Yes, so guys, what we gonna eat in a weekend day, that is what we are gonna show you. അപ്പം ഇന്നത്തെ ദിവസം ഒരു സാറ്റർഡേ ആണ്, സമയമുള്ളതുകൊണ്ടാണ് ഈ ഒരു ഒണിയൻ ഊത്തപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ചൂട് ഒണിയൻ ഊത്തപ്പത്തിൻ്റെ കൂടെ നല്ല തക്കാളി ചട്നിയും പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ ഡെയിലി കഴിക്കാറുള്ളതാണ് എഗ്ഗും പിന്നെ നമ്മുടെ മിൽക്കും ഫോർ പ്രോട്ടീനാണ്. അത് സ്ഥിരം കഴിക്കാറുണ്ട്, അപ്പോൾ നമ്മൾ വീക്കെൻഡ് ഡേയ്സിലും ഇൻക്ലൂഡ് ചെയ്യുന്നതുകൊണ്ട് കഴിക്കുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഒനിയൻ ഉത്തപ്പം പിന്നെ എഗ്ഗും തക്കാളി ചമ്മന്തിയും ഒക്കെ കൂട്ടി കഴിച്ചു. അവിടെ പാൽ കുടിക്കാത്തതുകൊണ്ട് ഞാൻ മാത്രം കുടിച്ചിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിച്ച് നമ്മൾ ഫില്ലായി. പിന്നെ ഒരു 11-11:30 ഒക്കെ ആയപ്പോൾ മാങ്ങ കഴിച്ചിട്ടുണ്ടായിരുന്നു. കുറേയൊക്കെ പുളിയുള്ളതും മധുരമുള്ളതും എല്ലാം കൂടെ മിക്സഡ് ആയിരുന്നു. മാങ്ങാന്നില്ല, എന്തെങ്കിലും കട്ട് ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് കഴിക്കുന്നതാണ് പതിവ്. വേറെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കും. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ചോറിന് നമുക്ക് ചൂട് ഓംലേറ്റ് ഉണ്ടായിരുന്നു, ഉള്ളി സാമ്പാർ ഉണ്ടായിരുന്നു, ചാമ്പയ്ക്ക് ഉപ്പിലിട്ടതുണ്ടായിരുന്നു, പിന്നെ മാങ്ങ അച്ചാർ ഉണ്ടായിരുന്നു. ഇത് രണ്ടും നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്തതായിരുന്നു. രണ്ട് പിക്കിൾസ്, പിന്നെ ക്യാബേജ് ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ മീൻ വറുത്തതും മീൻ കറിയും പപ്പടവും എല്ലാം കൂടെ ചേർത്തൊരു പിടി പിടിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഫില്ലായി. പിന്നെ ഈവനിങ് 4:30-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും സ്നാക്സ് കഴിച്ചു. നമ്മുടെ കപ്പ് കേക്ക് ആയിരുന്നു, വൺ ഓഫ് മൈ ഫേവറേറ്റ് ആൻഡ് അപ്പൂച്ചീസ് ഫേവറേറ്റ്. അത് കവർ ഓടുക്കനെ തിന്നായിരുന്നു. പിന്നെ വീക്കെൻഡിലെ ചേച്ചിയും പിള്ളേരൊക്കെ വരാറുണ്ട്, സോ അവരുള്ളതുകൊണ്ട് പഴംപൊരിയും ചായയൊക്കെ ഉണ്ടായിരുന്നു. അത് ടേസ്റ്റി ആയിരുന്നു. യൂഷ്വലി ഇങ്ങനെ ഉണ്ടാവാറില്ല, പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചില സമയത്ത് ഉണ്ടാക്കും. ആ സമയത്ത് മാത്രമാണ് ഇങ്ങനെ പഴംപൊരി അതൊക്കെ ഉണ്ടാവുക. പിന്നെ രാത്രിയിൽ നമുക്ക് ചപ്പാത്തി ആയിരുന്നു കഴിക്കാനായിട്ട്. ചപ്പാത്തിന്റെ കൂടെ എന്തായിരുന്നു? സോയാബീൻ റോസ്റ്റ്. യെസ്, അത് ഞാനാണ് ഉണ്ടാക്കിയത്. അതെ, പെപ്പർ നന്നായിട്ട് ഇട്ടിട്ട് നല്ല നല്ല എരിവ് ഉണ്ടായിരിക്കും, നല്ല ടേസ്റ്റിയാണ്. ഇപ്പൊ ആസ് യൂഷ്വൽ നമ്മൾ നൈറ്റ് എപ്പോഴും ചപ്പാത്തി ആയിരുന്നു അന്ന് നൈറ്റ്. അങ്ങനെ ഓരോരുത്തർ ഈ 2 ചപ്പാത്തി വെച്ച് എടുക്കാറാണ് സാധാരണ. ഇനി ടേസ്റ്റ് കൂടുതലുള്ള ചിലപ്പോൾ 2-3 ആവാറുണ്ട്. കണക്കിൽ ഒതുങ്ങാത്ത പക്ഷം നമ്മൾ ഒരു എക്സ്ട്രാ ചപ്പാത്തി ചൂടാറുണ്ട് സാധാരണ. അങ്ങനെ നൈറ്റ് നമ്മൾ സോയാബീൻ റോസ്റ്റും ചപ്പാത്തിയും എല്ലാം കൂടെ കഴിച്ച് ഫില്ലായി. അന്നത്തെ ദിവസത്തേക്ക് പരിസമാപ്തി അടഞ്ഞു. അപ്പം ഇതാണ് നമ്മൾ വീക്കെൻഡ്സിൽ ഇങ്ങനത്തെ ഒരു റൊട്ടീനാണ് ഉണ്ടാവുക. സമയമില്ലാത്ത ദിവസങ്ങളായിരിക്കും വീക്ക് ഡേയ്സ്. അതുകൊണ്ടാണ് വീക്ക് ഡേയ്സിലെ വാട്ട് വീറ്റിനിടെ ഒക്കെ നമ്മൾ തത്രപ്പാടിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒപ്പിച്ചത്. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വാട്ട് വി ഈറ്റ് ഇൻ എ ഡേ. ഓക്കെ, ബൈ.